അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് എല്ലാം തുറന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയോട് തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ വിസിറ്റിംഗ് കാർഡൊക്കെ വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇറങ്ങിപ്പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ സ്റ്റാൻലിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തീരുമാനിക്കാൻ വയ്യാതെ വേഗം ഔദാക്കുട്ടി അച്ഛനെ വിളിക്കുന്നുണ്ട്. എന്തായാലും അയാൾ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ അത്ര ധൃതി പിടിച്ച് എന്നെ വിളിച്ച്, എന്താ നിനക്ക് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എന്നോട് സത്യം പറയണം, കാരണം നിങ്ങൾ എന്തൊക്കെയോ എന്നോട് കള്ളത്തരം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഇപ്പോൾ എന്താണ് പ്രശ്നം, ഇപ്പം നിനക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ വന്ന് താമസിക്കണേ ഈ കാട്ടിൻ്റെ ഉള്ളിൽ, പിന്നെ ഇപ്പോൾ നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അതല്ല അറിയേണ്ടത്, എനിക്ക് 23 വർഷം ബാക്കിൽ പോയിട്ടുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾ സത്യം പറയും, വൈജ ഗർഭിണിയായപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു, വൈജയ്ക്ക് വേറെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കല്യാണം കഴിച്ചു, നിന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താടാ പ്രശ്നം, അതുകൊണ്ട് നിനക്ക് സുഖമായി ജീവിക്കാൻ പറ്റില്ല, അതന്നെ നിങ്ങളെ രണ്ടാൾക്കും ഭാവിക്ക് നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊന്നല്ല എനിക്ക് അറിയേണ്ടത്, പിന്നെ നിങ്ങൾ വൈജോട് എന്നോട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നും ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അല്ലേ, ഞാൻ കോമയിലുള്ളപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ കോമയിൽ കിടക്കുമ്പോൾ വൈജയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ലേ നിങ്ങൾ എൻ്റെ കല്യാണം കഴിപ്പിച്ച എൻ്റെ അവളുടെ എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനിപ്പോൾ എന്താ സംഭവിച്ചതെന്നോ നിങ്ങൾക്ക് അറിയണ കാര്യമല്ലായിരുന്നു. വൈജ ഗർഭിണിയായിരുന്നു, 9 മാസം ഗർഭിണിയായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞ ആ കുട്ടി ചാപിള്ളേന്ന്, ഇപ്പോൾ ആ കുട്ടി എവിടെ, ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോൾ നിനക്ക് എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ പറയും, സത്യം പറയുമ്പോൾ അതെ ആ കുട്ടി മരിച്ചിട്ടില്ല, അത് ഏതോ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി വിട്ടു എന്നൊക്കെ കേട്ടെ, അനാഥാലയത്തിൽ, അതൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നീ മിണ്ടാതിരുന്നാൽ ആ കൊച്ചിന് എന്തെങ്കിലും കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് ഒഴിവാക്കിക്കള, അല്ലാതെ ഇനിയിപ്പോൾ നീ അതിനിങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ സ്റ്റാൻലി പറയുന്നുണ്ട്, അതങ്ങനെ ആ കുട്ടീനെ വിട്ട് കളയാൻ പറ്റില്ല, എന്തായാലും എനിക്ക് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ, അതിനെനിക്ക് എൻ്റെ അപ്പച്ചൻ കൂടെ നിന്നേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടാളും അറിയണ്ട, എൻ്റെ അനിയന്മാർ രണ്ടാളും ഒന്നും അറിയണ്ട എന്ന് പറയുന്നുണ്ട്. അവരറിഞ്ഞാൽ പിന്നെ അവളറിയും, പിന്നെ കുട്ടികളറിയും, ആകെ പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കുട്ടിയച്ഛൻ പറയുന്നുണ്ട്, ഇനി ഒരു കാര്യം ചെയ്യും, ഇപ്പം നീ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇപ്പം നിനക്ക് സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നു, ഇനി അവൾ വന്ന് ഇവിടെ തൊയിരം തരില്ല കണക്ക്, നീ വിട്ടേക്കെന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല അപ്പച്ചാ, എനിക്ക് അങ്ങനെ വിടാൻ പറ്റില്ല, ഞാൻ ഇതിലൊരു തീരുമാനം എടുത്തേ പറ്റൂ, നിങ്ങളല്ല ഇക്കണ്ടതും കാട്ടിക്കൂട്ടിയേ, ഇനി നിങ്ങൾ പറയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി അപ്പച്ചനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.